ഹായ് ഫ്രണ്ട്സ്, ചെറുപയർ കറി വെച്ചാലോ? അതിലേക്കായിട്ട് ഒരു മുന്തങ്കായും ഒരു ചെറിയ പീസ് മത്തങ്ങയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ട് മതി. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഈ ചെറുപയറിൻ്റെ കൂടെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ചെറുപയർ നമ്മുടെ കറിക്ക് ആവശ്യത്തിന് എടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒരു 5-6 വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഇതിപ്പോൾ പീസാക്കി എടുത്തിട്ടുണ്ട്. ഈ കഷ്ണങ്ങൾ നമുക്കിപ്പോൾ ചെറുപയറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത്, വെള്ളം ഇതിൻ്റെ ചെറുപയറിന് മുകളിൽ നിൽക്കണം. ഇത് കുതിർത്ത ചെറുപയറല്ല, അതുകൊണ്ടാണ് ഇത്രയും വെള്ളം എടുത്തത്. ഇതിലേക്ക് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കറിവേപ്പിലയുടെ 2-3 ഇല അത്രയും കൂടെ ചേർത്ത് അടച്ച് വെച്ച് 5-6 വിസിലാവുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കണം. ഞാനൊരു നാളികേരം ഇതിലേക്കായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഒരു 2-3 സ്പൂൺ മതിയാവും, ഒരുപാട് വേണ്ട. അതിലേക്ക് ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് ചേർക്കാം. ഇത് നല്ല എരിവുള്ള മുളകാണ്. ഞാൻ 2 മുളക് ചേർത്തിട്ടുണ്ട്, പച്ചമുളക്. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ചെറുപയർ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഉടച്ചെടുക്കാൻ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ആ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഒരു ലൂസ് പരുവത്തിലാക്കി എടുക്കാവുന്നതാണ്. കണ്ടോ, ഇതിപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർക്കാവുന്നതാണ്. കറി തിളയ്ക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇതൊന്ന് ഉപ്പൊന്ന് മിക്സ് ചെയ്ത്, ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, അതിനാണ് ഉപ്പിട്ടത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തിളയ്ക്കാതെ തന്നെ കറി മാറ്റിയിട്ട് നമുക്കിതിലേക്കായിട്ട് വറവിടാം. അതിലേക്കായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടിനും ചോറിനും വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.